പൊൻകുന്ന് സ്റ്റാൻഡാണ്. കഴിഞ്ഞ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലത്ത് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഒരു മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു താരം ബാബു ആൻ്റണി ചേട്ടൻ. ബാബു ആൻ്റണി ചേട്ടൻ്റെ വീട് കാണാമെന്നുള്ളത് പോകണം. വീട് നമുക്ക് പൊൻകുന്നത്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വീട്ടിലോട്ടുള്ള യാത്രയാണ്. അപ്പോൾ വീട്ടിലോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ ബാബു ആൻ്റണി ചേട്ടൻ്റെ ഒരു തിയേറ്ററുണ്ട്, പണ്ടത്തെ ഒരു തിയേറ്ററുണ്ട്. ആ തിയേറ്റർ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കൊരു ഓഡിറ്റോറിയം ആയിട്ടാണ് ഇത് കാണുന്നത്. ലീലാമഹൽ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഒത്തിരി പഴയ സിനിമാസൊക്കെ നമുക്ക് ഓടിയ ഒരു തിയേറ്ററാണ്. ഈ തിയേറ്റർ ഇപ്പോൾ ഓഡിറ്റോറിയം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഭവനത്തിൻ്റെ വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇതാണ് തിയേറ്റർ. കുറേ ദൂരം പോകണം. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നത്. 1 കിലോമീറ്റർ പോയാലേ നമുക്ക് വീട് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആളവിടെ താമസിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഏക്കാൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെന്ന് നോക്കാം. ഭവനച്ചേട്ടൻ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഭവനച്ചേട്ടനൊക്കെ ജനിച്ച് വളർന്ന സ്ഥലമാണ്. ഭവനച്ചേട്ടൻ്റെ തറവാടാണിത്. ഇതാണ് ആ വീട്. ഇതാകുമ്പം ഭവനച്ചേട്ടനൊക്കെ ജനിച്ച് വളർന്ന് നടന്ന സ്ഥലമാണ്. കളിച്ച് വളർന്ന് നടന്ന സ്ഥലമാണ്. ഇതാണ് അവരുടെ കുടുംബ വീട് കേട്ടോ. ഇപ്പോൾ എവിടെ താമസിക്കുന്ന അറിയില്ല, ഉണ്ടാവോ അറിയില്ല. അദ്ദേഹത്തെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇവരുടെ ആളുടെ വീടിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആളിവിടെ ഇല്ല, ആളിവിടെ താമസിക്കാറില്ല. എറണാകുളത്താണ് താമസിക്കുന്നതെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. കാണാനുള്ള ആഗ്രഹത്തോടെ ഒന്നാണ് വീടൊക്കെ കാണാൻ. ആ വീട് കാണുന്നതിനുപരി പുള്ളിയെ കാണാമെന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഒന്നാണ്. ഇനി മറ്റൊരു ദിവസം കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു.